മകരമാസത്തിലെ നല്ല മഞ്ഞുള്ള രാത്രിയിൽ ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഉറക്കൊഴിച്ച് മഞ്ഞും കൊണ്ട് ദൈ കാത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഞങ്ങൾ മലബാറുകാർക്ക് തെയ്യം എന്നാൽ ഒരു വികാരമാണ്. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്ത് കൊയിലി പുതിയ ഭഗവതി കാവില്, അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള കാവാണ്. അവിടെ ഈ ഒരു ദിവസം 4 തെയ്യങ്ങൾ കെട്ടിയാടപ്പെടാറുണ്ട്. ജനുവരി 30, 31 തീയതികളിലാണ് എല്ലാ വർഷവും ഈ തെയ്യം നടക്കുന്നത്. ആ തെയ്യത്തിന്റെ പുറപ്പാടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ. തെയ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് വെളിച്ചപ്പാടിന്റെ പുറപ്പാടാണ് കാവിൽ ആദ്യം നടക്കുക. ഈ കാവിലെ ഒരു ആചാരമാണ് തിളക്കുന്ന എണ്ണയിൽ നിന്ന് ശർക്കരയും അരിയും ചേർത്തിട്ടുണ്ടാക്കുന്ന കാര വാരിയിട്ട് വെളിച്ചപ്പാട് ജനങ്ങൾക്ക് പ്രസാദമായിട്ട് നൽകും. അതുപോലെ അണിയറയിൽ വരാനിരിക്കുന്ന തെയ്യങ്ങളുടെ ഓലച്ചമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തെയ്യം കലാകാരൻ തയ്യാറാവുന്നു. ചെണ്ടക്കാരും കാഴ്ചക്കാരും ഒക്കെ നിറഞ്ഞു. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. ഇനി തെയ്യങ്ങളുടെ പുറപ്പാടിന് വേണ്ടിയിട്ട് കാവ് ഒരുങ്ങി. വീരൻ തെയ്യത്തിന്റെ തോറ്റംപാട്ടാണ് ഏറ്റവും ആദ്യം ഈ കാവിൽ നടക്കുക കേട്ടോ. ആ തോറ്റംപാട്ട് നടക്കുന്ന ഒരു സമയമാണിത്. അതായത് തെയ്യത്തിന്റെ ഐതിഹ്യവും കഥകളും ഒക്കെ പറയുന്നതാണ് ഈ തോറ്റംപാട്ട് എന്ന് പറയുന്നത്. സമയം 2 മണിയോടെ അടുത്തു. ചെറിയ വെടിക്കെട്ടും പരിപാടികളൊക്കെ ആയിട്ട് ആളുകളൊക്കെ സജീവമാണ്. അടുത്ത തെയ്യം പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. തെയ്യം നിന്നെ ബഹുമാനിച്ച എന്താ സാധനം? എന്താ? ഞെട്ടിക്കൽ ചുക്ക് കാപ്പി എന്നുവെച്ചാ? ഓ, ഇതാ ഞെട്ടിക്കല്. ഞാൻ ഞെട്ടി കേട്ടോ. നാളെ പോയിട്ട് ഞെട്ടാ. ആടയാഭരണങ്ങളും മെയ്യലങ്കാരങ്ങളുമായി വീരൻ തെയ്യത്തിന്റെ പുറപ്പാടാണ് ഇനി. രാജധാനികൾ മഹാരാജ ശോഭിച്ച പോലെ ഐശ്വര്യത്തോടും കൂടെ വാഴുവാനുള്ള വഴി ഞാൻ തന്നിട്ടില്ലേ? ഇനി മേൽമാറും അല്ലേ? ഞാൻ കുടിച്ചിരിക്കുന്ന കഞ്ഞിക്കും ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിനും അഭിമാനത്തിനും ഐശ്വര്യത്തിനും കുറവടി വരുത്തിക്കാതെ തക്കവണ്ണം ഈ ഉച്ചപ്രാന്തം തന്നെ പോറ്റി പരിപാലിച്ചെടുക്കാം. ഉച്ചപ്രാന്തം തന്നെ പരിപാലിച്ച് പോറ്റിക്കളാം. കുടിച്ചോ? ഗുണം വരണം. മഞ്ഞുകൊണ്ട മൂർധാവെങ്കിൽ മറ്റൊരു മഹാമാരി സമ്മതിയാവാതെ തക്കവണ്ണം തന്നെ ഉച്ചപ്രാന്തത്തിന്റെ പോറ്റി പരിപാലിച്ചെടുക്കാം. ഇനിയാണ് വീരാളി അഥവാ വീരകാളിയുടെ പുറപ്പാട്. പുലർച്ചെ ഒരു 3:30 അടുപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കാവില് വീരാളിയുടെ തെയ്യം ഇറങ്ങുന്നത്. ഒരു ദേശത്തെ തെയ്യം എന്ന് പറയുന്നത് ആ ദേശത്തിന്റെ സംസ്കാരവും ആ നാടിന്റെ ഒത്തൊരുമയും കാണിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ദേശക്കാരായിട്ടുള്ള തെയ്യപ്രേമികളായിട്ടുള്ള ആളുകളും വിവിധ മതവിശ്വാസമുള്ള ആളുകളും ഉൾപ്പെടെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് തെയ്യപ്പറമ്പിലേക്ക് ഈ സമയമാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടാവും. എന്റെ മോനെ ബട്ടർ സ്കോച്ചിന്റെ കൂടെ വാനില എല്ലാം മിക്സ് ആക്കുന്ന മുതലാളിക്ക് എന്തോ ആവാലോ. ആചാരപരമായി വീരാളി കോഴികളെ ദൈവത്തിന് ബലി നൽകുന്നത് ഈ കാവിലെ ചടങ്ങുകളിലൊന്നാണ്. ആ കാഴ്ചയൊക്കെ കാണാൻ ഉറക്കമൊഴിച്ച് ഈ ഒരു സമയത്തും വലിയൊരു ജനക്കൂട്ടം ഭക്തിയാദരപൂർവ്വം കാവിലുണ്ടാവും. ചെണ്ടയിൽ താളം ഒന്ന് നന്നായി മുറുകി അവസാനിച്ചു. എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടാവും. പക്ഷേ ഇനിയുള്ള കാത്തിരിപ്പ് ഈ കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പുതിയ ഭഗവതിയുടെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്.
വൈകുന്നേരം മുതൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന വലിയ വിറകൂന ഇപ്പോൾ ചാരമായി മാറിക്കഴിഞ്ഞു, എരിയുന്ന കനലായി മാറിക്കഴിഞ്ഞു. ഈ കനലിലേക്ക് വെളിച്ചപ്പാടനും അതുപോലെ ആചാരം അനുഷ്ഠിക്കുന്ന ആളുകളും എടുത്ത് ചാടുന്ന ഒരു ചടങ്ങ് കൂടി ഈ ഒരു കാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. നേരം പുലർന്നു തുടങ്ങി, വെളിച്ചം വന്നു തുടങ്ങി. രാവിലെ 6 മണിയോടടുപ്പിച്ച് കൊയിലി പുതിയ ഭഗവതി കാവിൽ പുതിയ ഭഗവതിയുടെ എഴുന്നള്ളത്താണിനി. തിരുമുടിയും കോൽത്തിരിയും നിറപന്തങ്ങളുമായി പുതിയ ഭഗവതി വെളിച്ചപ്പാടിൽ നിന്നും ഉടവാൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഈ നടക്കുന്നത്. ഗുണം വരണം, ഗുണം വരണം. പുതിയ ഭഗവതിയുടെ അവതാരവും മുരിയാട്ടവും അനുഗ്രഹങ്ങളും പ്രസാദവും ഒക്കെ സ്വീകരിച്ച് ജനങ്ങൾ മെല്ലെ പിരിഞ്ഞു പോയി തുടങ്ങി. നേരം പരപരാവെടുത്തു. സർവനിഷ്ഠപരിയായിട്ട് മാതാവിൻ്റെ കൂടെ കേട്ടോ പരിപാലിച്ചെടുക്കുക കേട്ടോ. നല്ല വഴിയെ നടന്ന് വാഴേണ്ടതായിരിക്കുന്ന ഭാഗ്യങ്ങൾ കേട്ടോ. പൊതുവെ ബാർബിക്ക് രാത്രി ഉണ്ടാക്കല്, ഇവിടെ രാവിലെ ബാർബിക്ക് ഉണ്ടാക്കുന്നവര് ചുട്ട കോഴി ഇത് പറപ്പിക്കല. ഇപ്പൊ തെയ്യം കഴുത്ത് മുറിച്ച് കളഞ്ഞേക്കുന്ന കോഴിയെ ഇവരിവിടെ കറിയാക്കുന്നു. വെടിക്കെട്ടുകാരൻ പറയുന്നു അതെ ഒറിജിനലി അങ്ങനെയാണ്, ഈ നാവലാണ് അതിന്റെ സ്വഭാവം. എന്നാ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വിചാരിച്ചത് എനിക്ക് ചീറ്റിപ്പോയതാണെന്ന്. അന്നാ അവിടെ കട്ടുനിന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല, അവിടെ തേങ്ങ ചരണ്ടത് വരുത്തുന്നു. പുതിയ ഭഗവതി മുടിയഴിച്ചാൽ പിന്നെ ഭദ്രകാളിയാണ്. ഭദ്രകാളി രാവിലെ കാവിലെത്തിയ ആളുകൾക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിച്ച് യാത്രയാവാനുള്ള പുറപ്പാടാണ്. കാവിലെത്തിയ നാട്ടുകാരും ഭഗവതിയും ഒരുമിച്ച് നിന്ന് കാവിലേക്ക് അരിയെറിഞ്ഞ് ഈ വർഷത്തെ തെയ്യക്കാലത്തിന് സമാപ്തി കുറിക്കുകയാണ്. അതാണ് ഏറ്റവും അവസാനത്തെ ചടങ്ങ്. ഒരു രാത്രി മുഴുവൻ കൊട്ടിക്കസറിയ ചെണ്ട കലാകാരന്മാർക്ക് നന്ദി. ഇനി ഗുരുതി കഴിച്ച കോഴിയെ ഉപ്പും മഞ്ഞളും ചേർത്ത് പാകം ചെയ്തിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. ഏതായാലും നാട്ടിൽ വന്നു തെയ്യൊക്കെ കൂടി. അപ്പൊ അമ്മമ്മ പറഞ്ഞു നമുക്ക് എന്നാ പറശ്ശിനിക്കടവ് പോയിട്ട് വരാൻ മോനേന്ന്. ഇപ്പൊ നമ്മള് കുടുംബസമേത പറശ്ശിനിക്കടവിൽ വന്നിട്ടാണുള്ളത്. കുടുംബസമേത വന്ന ശരി കുടുംബത്തിനെ കണ്ടുപിടിക്കണം. അതെങ്ങോട്ടോ പോയി എല്ലാവരും. പറശ്ശിനിക്കടവിലേക്ക് പൊതുവെ പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പൊതുവെ പാട്ടുകൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. അത് ഈ രാത്രി സമയത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടാ. ഇവരിവിടെ നിൽക്കുന്നു. അല്ല ഒരു കാര്യം, ചായയും പയറൊക്കെ തീർന്നാ? തീർന്നാ? ഞങ്ങളിവിടെ എത്തിയപ്പോൾ 8 മണി വരെ ചായയും. കണ്ണൂരിലെ തെയ്യം പോലെ തന്നെ ഏറ്റവും ജനകീയനും മതേതരനുമായിട്ടുള്ള ആളാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. മുത്തപ്പന്റെ വീഡിയോ എടുക്കുന്നത് അവിടെയുള്ള ആളുകൾ തടയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്കുള്ള വിഷയമൊന്നും എടുത്തിട്ടില്ല. കുഴപ്പമില്ല, മോശമില്ലാത്ത രീതിയിൽ എന്റെ കളറും ഭസ്മത്തിന്റെ കളറും ഏതാണ്ട് ഒരുപോലെ ഉണ്ട്. നിങ്ങളല്ലേ ക്യൂവിൽ ഒന്നാമതാവർക്ക് ആദ്യം വന്നത്? ബൈ ബൈ. കുറച്ചു കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. പോകുന്ന ആളുകളുടെ ഒക്കെ ജാതിയോ മതമോ ദേശമോ സ്വഭാവമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും 2 നേരം ചോറും കറികളും ചായയും ഒക്കെ നൽകുന്ന മുത്തപ്പൻ സൂപ്പറാ. നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ കേട്ടോ. നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ പോകാനുള്ള പരിപാടിയാണ്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടില്ല നിങ്ങൾ പറയുമെങ്കിലും നിങ്ങളുടെ സമയത്തിന് ഞാൻ വില നൽകണമല്ലോ. ഇത്രയും കണ്ട ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ.
ഇനി തിരിച്ച് ഞാൻ രാജ്യം വിടാം. ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേരെ കാണാനില്ല. അവരെ ഞങ്ങൾ കടകളിലൊക്കെ തെരഞ്ഞോണ്ടിരിക്കും. അച്ഛാ അച്ഛാ പറശ്ശിനി എന്നാൽ എങ്ങോട്ടാണ് അച്ഛാ? അവിടൊരു ദേവനുമുണ്ടാ, ദേവന് പേരെന്താണ് അച്ഛാ? ആ പാട്ടൊക്കെ മിസ് ചെയ്യുന്നുട്ടോ ഇതുവഴി നടക്കുമ്പോ. ഈ സമയമായതുകൊണ്ടായിരിക്കും. ഓ മൈ ഗോഡ്, ഒടുവിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു. മറ്റേ പീഡന കേസിലെ പൊതിയാ. നിങ്ങൾക്ക് കുറെ കുപ്പികളൊക്കെ ഇട്ട് തരാലോ. ഞാൻ ഓൺലി ഗോൾഡ്, ഞാൻ റിച്ച് പീപ്പിൾ ആണ്. രാധുമോളുടെ സ്റ്റുഡന്റിനെ കിട്ടി വിടുന്നത്. നീ എന്താ പഠിപ്പിക്കുന്നേ? നീ രക്ഷപ്പെട്ടിനാ? അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് ഈ വർഷത്തെ തെയ്യം കൂടി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് അടുത്ത ദിവസം. അപ്പോൾ ഇനി അധികം വീഡിയോസ് ഒന്നും നാട്ടുന്നുണ്ടാവില്ല. സോ ഇതുവരെ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫുള്ള് വലിയ വീഡിയോ ആണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോസൊക്കെ യൂട്യൂബ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.